കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ നിർണായക നീക്കവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ബാങ്കിൽ ഇഡി കണ്ടെത്തിയ 5 രഹസ്യ അക്കൌണ്ടുകളുടെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി. ഇഡിയെ ഇറക്കി ഭയപ്പെടുത്താൻ നോക്കണ്ടെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. വാളയാറിലും പന്നിയങ്കരയിലും ടോൾ പ്ലാസകളിൽ തൽക്കാലം ടോൾ നിരക്ക് ഉയർത്തില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് നിരക്ക് വർധന തൽക്കാലം പിൻവലിച്ചതെന്ന് സൂചന. പെരിഞ്ഞനം സമിതി ബീച്ചിലുണ്ടായ കടലേറ്റത്തിന്റെ രൂക്ഷത കുറഞ്ഞു. ആശങ്ക വിട്ടൊഴിയാതെ തീരം. റെക്കോർഡുകൾ ഭേദിച്ച സ്വർണ്ണവില. 1 ഗ്രാം സ്വർണ്ണത്തിന് 6360 രൂപ വർദ്ധിച്ച് പവന് 50,880 രൂപയായി. വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന് സമീപം മിനി വാനും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. ചിയാരം സ്വദേശി റോയിയാണ് മരിച്ചത്. വിശദമായ വാർത്തയിലേക്ക്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ നിർണായക നീക്കവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ബാങ്കിൽ ഇഡി കണ്ടെത്തിയ സിപിഎമ്മിന്റെ 5 രഹസ്യ അക്കൌണ്ടുകളുടെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി. ഒപ്പം ധനമന്ത്രാലയത്തിനും RBIക്കും വിവരങ്ങൾ കൈമാറി. സഹകരണ നിയമങ്ങൾ ലംഘിച്ചും ബാങ്ക് ബൈലോ അട്ടിമറിച്ചുമാണ് അക്കൌണ്ടുകൾ തുടങ്ങിയതെന്നാണ് ഇഡി ആരോപണം. ഭൂമി ഇടപാടുകളിലെ തുക നിക്ഷേപിക്കാനും ബിനാമി വായ്പകൾക്കുള്ള പണം വിതരണം ചെയ്യാനും അക്കൌണ്ടുകൾ ഉപയോഗിച്ചു. ഓഡിറ്റ് വിവരങ്ങളിൽ നിന്ന് മറച്ചുവെച്ചുവെന്നും ഇക്കാര്യം ഗൌരവമായി പരിഗണിക്കണമെന്നും ഇഡി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഇഡിയെ ഉപയോഗിച്ച് ഭയപ്പെടുത്താൻ നോക്കേണ്ടെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു. സിപിഎമ്മിന് രഹസ്യ അക്കൌണ്ടുകളില്ലെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി. ടോൾ കേന്ദ്രങ്ങളിൽ തൽക്കാലം നിരക്ക് ഉയർത്തില്ല. വാളയാറിലും പന്നിയങ്കരയിലും നിരക്ക് കൂട്ടുമെന്ന് അറിയിച്ചിരുന്നു. കൂടിയ നിരക്ക് പ്രാബല്യത്തിൽ വരാനിരിക്കെയാണ് പുതിയ തീരുമാനം. വാളയാർ പന്നിയങ്കര ടോൾ കേന്ദ്രങ്ങളിൽ നിന്ന് മുതൽ നിരക്ക് വർദ്ധിപ്പിക്കുമെന്ന് ടോൾ കമ്പനി നേരത്തെ ഔദ്യോഗികമായി അറിയിക്കുകയും വർദ്ധിപ്പിച്ച നിരക്ക് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് നിരക്ക് വർധന തൽക്കാലം പിൻവലിച്ചതെന്നാണ് സൂചന. യാത്രക്കാർക്ക് പഴയ നിരക്കിൽ തന്നെ കടന്നുപോകാം. സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ സാധാരണയായി ടോൾ നിരക്ക് വർദ്ധിപ്പിക്കാറുണ്ട്. പെരിഞ്ഞനം സമിതി ബീച്ചിൽ കഴിഞ്ഞ ദിവസമുണ്ടായ കടലേറ്റത്തിന്റെ രൂക്ഷത കുറഞ്ഞു. ആശങ്ക വിട്ടൊഴിയാതെ തീരം. രാത്രിയിൽ കടൽ ശാന്തമായതോടെ വെള്ളക്കെട്ട് ഭാഗികമായി ഒഴിഞ്ഞു. ഇന്നലെ പുലർച്ചെ 5:30 കമ്പനിക്കടവ് കടലിൽ കടൽ ചുഴലി ഉണ്ടായിരുന്നതായി മത്സ്യത്തൊഴിലാളികൾ കണ്ടിരുന്നു. ഇതിന് പിന്നാലെ ഉച്ചയോടെ പെരിഞ്ഞനത്ത് കടലേറ്റമുണ്ടായത്. സംഭവത്തെ തുടർന്ന് പഞ്ചായത്ത് റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മാർഗനിർദ്ദേശങ്ങൾ നൽകി. ബെന്നി ബെഹനാൻ MP, ET ടൈസൺ MLA എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. വേലിയേറ്റ സമയത്ത് വീണ്ടും കടലേറ്റമുണ്ടാകുമെന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ. കഴിഞ്ഞ ദിവസം ഉച്ച മുതലാണ് പെരിഞ്ഞനം സമിതി ബീച്ചിൽ കടൽ പ്രക്ഷുബ്ധമായത്. ഇതോടെ കടൽ ഭിത്തിയും കവിഞ്ഞ് പുറത്തേക്കൊഴുകി. വെള്ളം ഒഴുകിയതോടെ മത്സ്യബന്ധന യാനങ്ങളും മറ്റും വെള്ളത്തിലായി. കടപ്പുറത്തുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് വള്ളങ്ങളും മറ്റും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയതിനാൽ വൻ നാശനഷ്ടം ഒഴിവായി. വരാഹം ഫിഷിംഗ് ഗ്രൂപ്പിന്റെ പുതിയ മണ്ണിൽ പൊതിഞ്ഞ നാശനഷ്ടമുണ്ടായി. പെരിഞ്ഞനം ബീച്ചിൽ ശക്തമായ കടലേറ്റമുണ്ടാകുന്നതിന് മുൻപ് കടലിൽ ചുഴി കണ്ടിരുന്നതായി മത്സ്യത്തൊഴിലാളികൾ. കടലേറ്റമുണ്ടായ പെരിഞ്ഞനം സമിതി ബീച്ചിൽ നിന്ന് 4 കിലോമീറ്ററോളം വടക്ക് കൂരിക്കുഴി കമ്പനിക്കടവിൽ നിന്ന് മീൻ പിടിക്കാൻ പോയവരാണ് ഇത് കണ്ടത്. 15 കിലോമീറ്ററോളം പടിഞ്ഞാറ് എത്തിയ ശേഷമാണ് ആകാശത്ത് മേഘപാളികൾക്കിടയിൽ നിന്ന് ആരംഭിച്ച് കടലിൽ സ്പർശിച്ച് കറങ്ങിക്കൊണ്ടിരിക്കുന്ന നിലയിൽ തൊഴിലാളികൾ ചുഴലി കണ്ടത്. 1/2 കിലോമീറ്ററോളം വ്യാസമുള്ള കുഴൽ രൂപത്തിലായിരുന്നു ചുഴലിയെന്നും കടൽവെള്ളം കറങ്ങുന്നത് കണ്ടെന്നും തൊഴിലാളികൾ പറഞ്ഞു. ചാവക്കാട് ബീച്ചിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്, ബോട്ടിംഗ് തുടങ്ങിയ അഡ്വഞ്ചർ ആക്ടിവിറ്റികൾ ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ നിർത്തിവെച്ചതായി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ അറിയിച്ചു. കടൽക്ഷോഭത്തെയും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശത്തെയും തുടർന്നാണ് നടപടി. സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ വീണ്ടും വർധനവ്. ഇതോടെ 1 ഗ്രാം സ്വർണ്ണത്തിന് 6360 രൂപയും 1 പവന് 50,880 രൂപയുമായി സംസ്ഥാനത്തെ സ്വർണ്ണവില ഉയർന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് 1 പവൻ സ്വർണ്ണത്തിന് 50,000 രൂപ കടന്നത്. പിന്നീട് വിലയിൽ നേരിയ ഇടിവ് വന്നെങ്കിലും പിന്നീട് കുതിക്കുകയായിരുന്നു. ഒരു മാസത്തിനിടെ മാത്രം 4,560 രൂപയാണ് പവന് വില വർദ്ധിച്ചത്. വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന് സമീപം മിനി വാനും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. ഉത്രാളിക്കാവ് പരിസരത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ചിയാരം സ്വദേശി പുത്തൂർ വീട്ടിൽ 57 വയസ്സുള്ള റോയിയാണ് മരിച്ചത്. പെയിന്റിംഗ് തൊഴിലാളിയായ ഇയാൾ മെയിൻ റോഡിലേക്ക് കയറുന്നതിനിടെയാണ് അപകടമുണ്ടായത്. വടക്കാഞ്ചേരി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. വാണിജ്യ ആവശ്യത്തിനുള്ള LPG സിലിണ്ടറിന്റെ വില കുറച്ചു. 30 രൂപയാണ് കുറച്ചത്. ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല.
ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള സ്പെഷ്യൽ ഡ്രൈവിൽ അഴീക്കോട് കപ്പൽ ബസാറിൽ നിന്നും 5.5 ലിറ്റർ വ്യാജ മദ്യം പിടികൂടി. കൊടുങ്ങല്ലൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എം ഷംനാഥിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വ്യാജ മദ്യം പിടിച്ചെടുത്തത്. ബീച്ച് റോഡിൽ കപ്പൽ ബസാറിൽ ഒഴിഞ്ഞ പറമ്പിൽ സൂക്ഷിച്ച നിലയിലാണ് മദ്യം കണ്ടെടുത്തത്. കൊടുങ്ങല്ലൂർ, ഭരണി, വിഷു എന്നിവയോടനുബന്ധിച്ച് തീരദേശ മേഖലയിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നും എക്സൈസ് അറിയിച്ചു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ചെറുതുരുത്തിയിൽ റോഡ് ഷോ നടന്നു. ചെറുതുരുത്തി ഹൈസ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച റോഡ് ഷോ കൊച്ചിൻ പാലത്തിന് സമീപം സമാപിച്ചു. CPM വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി KK മുരളീധരൻ, ഷെയ്ഖ് അബ്ദുൽ ഖാദർ, KP അനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃശൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി K മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം UDF വനിതാ സംഗമം നടത്തി. പാവറട്ടി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നടന്ന വനിതാ സംഗമം മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് മീര ജോസ് അധ്യക്ഷത വഹിച്ചു. വനിതാ ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് രജനി കൃഷ്ണാനന്ദ, മുൻ പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് വിമല സേതുമാധവൻ, VC ഷീജ, റൂബി ഫ്രാൻസിസ്, NK വിമല, സുഗന്ധിനി ഗിരീഷ്, പ്രിൻസി സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഇടതുമുന്നണി സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം LDF യുവജന സംഘടനകളുടെ മുല്ലശ്ശേരി മേഖലാതല കൺവെൻഷൻ സംഘടിപ്പിച്ചു. DYFI ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ദിൽന ധനേഷ് അധ്യക്ഷത വഹിച്ചു. DYFI ജില്ലാ കമ്മിറ്റി അംഗം ആഷിഖ് വലിയകത്ത്, ആകാശ് മുല്ലശ്ശേരി, AIYF ജില്ലാ കമ്മിറ്റി അംഗം സാജൻ മുടവങ്ങാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കേന്ദ്ര സായുധ സേന റൂട്ട് മാർച്ച് നടത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പ്രശ്നബാധിത മേഖലകൾ കേന്ദ്രീകരിച്ചാണ് റൂട്ട് മാർച്ച് നടത്തിയത്. പടിഞ്ഞാറെ വെമ്പലു അസ്മാബി കോളേജ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് പൊക്ലായി സെന്ററിൽ സമാപിച്ചു. മതിലകം സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരും കേന്ദ്രസേനയും റൂട്ട് മാർച്ചിൽ അണിനിരന്നു. മതിലകം പോലീസ് ഇൻസ്പെക്ടർ നൌഫൽ, CAPF കമാൻഡന്റ് TD പ്രദീപ് എന്നിവർ നേതൃത്വം നൽകി. റമദാൻ മാസത്തിൽ അവസാന 10 ഇന്ന് തുടക്കം. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രധാന ദിവസങ്ങളാണ് റമദാനിലെ അവസാനത്തെ 10 ദിവസങ്ങൾ. 1000 മാസം സൽക്കർമ്മം ചെയ്തതിന്റെ പുണ്യമായി ലൈലത്തുൽ ഖദർ വന്നിറങ്ങുന്നത് അവസാന 10 നാളുകളിലാണെന്നാണ് വിശ്വാസം. പരിശുദ്ധ ഖുർആൻ അവതരിച്ചത് റമദാനിലെ അവസാന 10-ലാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റമദാനിലെ അവസാന 10 നാളുകൾ പുണ്യപ്രവൃത്തികളുടെ നാളുകളാണ്. അവധിക്കാലം തുടങ്ങിയതോടെ ജനത്തിരക്കിലായി ചാലക്കുടി കൂടപ്പുഴ ആറാട്ടുകടവ്. നൂറുകണക്കിന് ആളുകളാണ് കുളിക്കാനും പുഴ കാണാനും കടവിലെത്തുന്നത്. ദൂരദേശങ്ങളിൽ നിന്ന് എത്തുന്നവർ ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. തടയണ കെട്ടിയത് മൂലമാണ് വിനോദസഞ്ചാരികളെ ആറാട്ടുകടവിലേക്ക് ആകർഷിച്ചു തുടങ്ങിയത്. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ആറാട്ടുമുങ്ങലും ബലിതർപ്പണവുമെല്ലാം കണക്കിലെടുത്ത് നീളത്തിൽ പടവുകൾ കിട്ടിയതും ജനത്തിന് അനുഗ്രഹമായി. പരിയാരം CSR കടവിലെ തടയണയിലും വിനോദസഞ്ചാരികൾ എത്തുന്നുണ്ട്. ദിനംപ്രതി സഞ്ചാരികൾ വർദ്ധിക്കുന്നത് ആശങ്കയ്ക്കും ഇടയാക്കുന്നുണ്ട്. അശ്രദ്ധമായി കുളിക്കാൻ ഇറങ്ങുന്നവർക്ക് സംഭവിച്ച അപകടങ്ങളാണ് ഇതിന്റെ ചൂണ്ടുപലക. സുരക്ഷയുടെ ഭാഗമായി അഗ്നിശമന വിഭാഗം ഇവിടെ സേഫ്റ്റി ട്യൂബ് അടക്കമുള്ള ഉപകരണങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. കല കരുതലാണ്, കലയ്ക്ക് നിറങ്ങളില്ല എന്ന സന്ദേശവുമായി അംഗൻവാടി അങ്കണത്തിൽ പിന്നൽ തിരുവാതിര കളി. വലപ്പാട് ബീച്ച് 81 നമ്പർ അംഗൻവാടി അങ്കണത്തിലാണ് പിന്നൽ തിരുവാതിര കൂട്ടായ്മയായ ഓംകാരം വൈവിധ്യമാർന്ന തിരുവാതിര കളി അവതരിപ്പിച്ചത്. കൊച്ചുകുട്ടികളിൽ കലാസംസ്കാരം വളർത്തുക, അംഗൻവാടിയുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വിഭവ സമാഹരണം നടത്തുക തുടങ്ങിയ ലക്ഷ്യവുമായാണ് തിരുവാതിരക്കളി അവതരിപ്പിച്ചത്. അധ്യാപകനായ CK ബിജോയ് പിന്നൽ തിരുവാതിര ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം KB വിജയൻ അധ്യക്ഷത വഹിച്ചു. പുതുമകളേറെയുണ്ട് ബാലാജിയുടെ കൃഷിത്തോട്ടത്തിന്. വെയിലും മഴയും മഞ്ഞും കാലാവസ്ഥാ വ്യതിയാനങ്ങളൊന്നും ഇവിടെ ബാധിക്കില്ല. 365 ദിവസവും പഴവും പച്ചക്കറികളും വിളവെടുക്കുന്ന കൃഷിയാണ് ബാലാജിയുടേത്. ഏതൊരു കൃഷിക്കാരനും പിന്തുടരാവുന്ന മാതൃക. കേരളത്തിന് ആവശ്യമായിട്ടുള്ള പാലും പച്ചക്കറിയും കോഴിമുട്ടയുമെല്ലാം മത്സ്യവുമെല്ലാം നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം വന്നാൽ മാത്രമാണ് ആരോഗ്യ സമ്പന്നമായ ഒരു കേരളം കെട്ടിപ്പടുക്കുക, സ്വയം പര്യാപ്തയിലേക്ക് എത്തുക, വരുമാന മാർഗം ഉണ്ടാക്കുക എന്നതിലേക്ക് എത്താനാകും. അതിൻ്റെ വലിയ സംവിധാനങ്ങൾ ഗവൺമെൻറ് ഒരുക്കുന്നുണ്ട്. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് കൃഷി ചെയ്യുന്നത്. കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തെല്ലാം എല്ലാ സഹായങ്ങളും ലഭിക്കുന്നുണ്ട്. കടവല്ലൂർ പഞ്ചായത്തിലെ കൊരട്ടിക്കരയിലുള്ള 10 ഏക്കർ കൃഷിത്തോട്ടത്തിൽ മില്ലറ്റ് മുതൽ തണ്ണിമത്തൻ വരെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മത്തൻ, കുമ്പളം, പടവലം, പാവൽ, പയർ, ചീര, വെണ്ട, വഴുതന തുടങ്ങിയ എല്ലാ നാടൻ പച്ചക്കറികളും കാലഭേദമില്ലാതെ ഇവിടെ വിളയുന്നു. ജൈവരീതിയിലായതിനാൽ വിഷമില്ലെന്ന് ഉറപ്പിച്ച് ധൈര്യമായി വാങ്ങാം. ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ വിറ്റഴിക്കാൻ പെരുമ്പിലാവ് സെന്ററിൽ ഒരു വിപണന കേന്ദ്രവുമുണ്ട്. 3 മീൻകുളം, ഒട്ടേറെ പശുക്കൾ,
100ഓളം കോഴികൾ എന്നിവയും തോട്ടത്തിനോട് ചേർന്നുണ്ട്. ഇവയിൽ നിന്നും ലഭിക്കുന്ന ജൈവവളമാണ് പ്രധാനമായും കൃഷിക്ക് ഉപയോഗിക്കുന്നത്. CPM ജില്ലാ കമ്മിറ്റി അംഗമായ M. ബാലാജിക്ക് പാർട്ടി വലങ്കൈയാണെങ്കിൽ കൃഷി ഇടങ്കൈയാണ്. 2 തവണ കർഷക പുരസ്കാരവും ഇദ്ദേഹത്തെ തേടിയെത്തി. അധ്യാപികയായ ഭാര്യ ലീനയും വിദ്യാർത്ഥി കർഷക അവാർഡ് ജേതാവായ മകൻ അതുൽ കൃഷ്ണയും കൃഷിക്ക് കൂട്ടിനുണ്ട്. TCV ന്യൂസ്, കുന്നംകുളം. കേരള കലാമണ്ഡലം യൂണിവേഴ്സിറ്റിയിൽ കലാമണ്ഡലം ഭരണസമിതിയുടെയും സ്ഥലം മന്ത്രിയുടെയും അറിവോടെ പിൻവാതിൽ നിയമനത്തിനായി ശ്രമം തുടരുന്നുവെന്ന് വള്ളത്തോൾ നഗർ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് PI ഷാനവാസ് ആരോപിച്ചു. ഷഫീർ P. അഹമ്മദ്, P. പ്രിയ, K. സുഭാഷ്, P. അഖിൽ, K. മദൻ മോഹൻ, PV രഞ്ജിനി എന്നിവരെയാണ് സ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നത്. എന്നാൽ ഇവരുടെ കലാമണ്ഡലം സ്ഥിര നിയമന ശുപാർശകൾ സാംസ്കാരിക വകുപ്പ് നിരസിച്ചുകൊണ്ട് 2023 ഡിസംബർ 13 മറുപടി കത്ത് കലാമണ്ഡലത്തിന് നൽകിയിട്ടുള്ളതാണ്. എന്നിട്ടും ഇവരെ നിലനിർത്തിക്കൊണ്ടുള്ള നിലപാടാണ് സ്വീകരിച്ചതെന്ന് വള്ളത്തോൾ നഗർ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഖാദർ മോൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മായ ഉദയൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കണിക്കൊന്ന പൂത്തുലഞ്ഞ് ചാലക്കുടിയിലെ ദേശീയപാത. വാഹനയാത്രയ്ക്ക് കുളിരേകുന്ന കാഴ്ച സമ്മാനിച്ച് ദേശീയപാതയുടെ മീഡിയനുകളാണ് കണിക്കൊന്ന പൂക്കൾ. വളർച്ച കുറഞ്ഞ വൃക്ഷത്തൈകൾ നട്ടുവളർത്തുന്ന മീഡിയനുകളിൽ കണിക്കൊന്നകൾക്കും സ്ഥാനമുണ്ട്. സ്ഥിരം വെള്ളം നനയ്ക്കുന്നത് കടുത്ത വേനലും ചെടികൾക്കും ചെറുവൃക്ഷങ്ങൾക്കും ഇവയുടെ വളർച്ചയ്ക്ക് അനുകൂല ഘടകമാണ്. ഇക്കൊല്ലമാണ് ദേശീയപാതയെ വേർതിരിക്കുന്ന ബണ്ടിൽ ഇത്രയേറെ കണിക്കൊന്നകൾ പൂത്തത്. മുനിസിപ്പൽ ജംഗ്ഷനിലെ മേൽപ്പാലം മുതൽ പോട്ട വരെ നിരവധി കൊന്ന മരങ്ങളാണ് പൂവിട്ട് നിൽക്കുന്നത്. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ സേവാഭാരതി നടത്തിവരുന്ന കഞ്ഞി വിതരണത്തിന്റെ 20ാം വാർഷികം ആഘോഷിച്ചു. ആശുപത്രിയിലെ കിടപ്പ് രോഗികൾക്കും കൂട്ടിയിരിപ്പുകാർക്കും എല്ലാ ദിവസവും വൈകിട്ടാണ് കഞ്ഞി വിതരണം. 20ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ കൊടുങ്ങല്ലൂർ സേവാഭാരതി പ്രസിഡന്റ് രാജു ഈശ്വരമംഗലത്ത് അധ്യക്ഷത വഹിച്ചു. പ്രാന്തീയ ഗ്രാമവികാസ് സംയോജക് P. ശശിധർ, സേവാഭാരതി ജില്ലാ രക്ഷാധികാരി മേജർ ജനറൽ ഡോക്ടർ P. വിവേകാനന്ദൻ, PP മനോജ്, ഡോക്ടർ റിനി എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂർ ക്ഷേത്ര മേൽശാന്തിയായി വടക്കാഞ്ചേരി പനങ്ങാട്ടുകര പള്ളിശ്ശേരി മനക്കൽ മധുസൂദനൻ നമ്പൂതിരി സ്ഥാനമേറ്റു. ഇന്നലെ രാത്രിയാണ് സ്ഥാനമേറ്റത്. സെപ്റ്റംബർ 30 വരെയാണ് കാലാവധി. കൊടകര പന്തലു കരോട്ടെ ഭഗവതി ക്ഷേത്രത്തിൽ ലക്ഷദീപം തെളിയിച്ചു. ക്ഷേത്രം തന്ത്രിയും മേൽശാന്തിയുമായ CV ഷാജി ആദ്യ ദീപം തെളിയിച്ചു. വിശേഷാൽ പൂജകളും പ്രസാദ വിതരണവും നടന്നു. ക്ഷേത്ര സമിതി പ്രസിഡന്റ് KR സതീഷ് ബാബു, സെക്രട്ടറി ഷാബു മാധവൻ എന്നിവർ നേതൃത്വം നൽകി. വ്രതമാസത്തിന്റെ വിശുദ്ധിയിൽ സക്കാത്തും റംസാൻ കിറ്റും സമ്മാനിച്ച് സ്നേഹത്തണലിന്റെ ജീവകാരുണ്യ സംരംഭം. സ്നേഹത്തണൽ ചാരിറ്റബിൾ ട്രസ്റ്റാണ് ജീവിത പ്രയാസം അനുഭവിക്കുന്ന നൂറുകണക്കിന് ആളുകൾക്ക് റംസാൻ കിറ്റും സക്കാത്തും നൽകിയത്. വലപ്പാട് പുത്തൻപള്ളി മഹൽ ഖത്തീബ് അബ്ദുൾ സമദ് ഫൈസി, ഫാദർ ജെൻസ് തട്ടിൽ, മേൽശാന്തി തരണനല്ലൂർ സന്ദീപ് നമ്പൂതിരി എന്നിവർ മുഖ്യാതിഥികളായി. ട്രസ്റ്റ് പ്രസിഡന്റ് VC അബ്ദുൽ ഗഫൂർ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി MA സലീം, രക്ഷാധികാരി KC അശോകൻ, PV ഹഫ്സത്ത് എന്നിവർ സംസാരിച്ചു. കൊടകര പാറേക്കാട്ടുകര സെന്റ് മേരീസ് ദേവാലയത്തിൽ ഗ്രേസ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. വികാരി ഫാദർ ജെയ്സൺ പാറേക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് വർഗീസ് കൂനൻ അധ്യക്ഷത വഹിച്ചു. ബ്രദർ ജൈജോ തട്ടിൽ, ബ്രദർ ജോസഫ്, മതബോധന പ്രധാന അധ്യാപകൻ CP ജോബി, സിസ്റ്റർ റൂസ്മ എന്നിവർ സംസാരിച്ചു. ബിജു കാവുങ്ങൽ, ജെൻസൺ, യോഹന്നാൻ, സിമി ജോബ്, ഷിജി ജോസ് എന്നിവർ നേതൃത്വം നൽകി. അരിമ്പൂർ കൈപ്പള്ളി ബദ്രിയ മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമൂഹ ഇഫ്താർ വിരുന്ന് നടത്തി. പ്രസിഡന്റ് PA ഹംസ അധ്യക്ഷത വഹിച്ചു. മൻസൂർ സക്കാഫി, സെക്രട്ടറി അനസ് കൈപ്പള്ളി, കളരി ക്ഷേത്രം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കുര്യക്കാട്ടിൽ, വാർഡംഗം PA ജോസ്, സുകുമാരൻ തുടങ്ങിയവർ പങ്കെടുത്തു. മുക്കാട്ടുകര സെന്റ് ജോർജ് പള്ളിയിൽ സംയുക്ത തിരുനാൾ ഈ മാസം 5, 6, 7, 8 തീയതികളിലും തിരുപ്പട്ട സ്വീകരണം 10 നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് തിരുനാൾ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മവും ശനിയാഴ്ച രാവിലെ കൂട് തുറക്കൽ ശുശ്രൂഷയും നടക്കും. തിരുനാളിനോടനുബന്ധിച്ച് നിർധന രോഗികൾക്ക് സൗജന്യ ഡയാലിസിസിനുള്ള തുക വിവിധ ആശുപത്രികൾക്ക് കൈമാറുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വികാരി ഫാദർ പോൾ പിണ്ടിയാൻ, ഭാരവാഹികളായ സോജൻ മഞ്ഞില, ജിപ്സൺ തോമസ്, പ്രിൻസ് മേനാച്ചേരി, നിതിൻ ജോസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം തൃശൂർ താലൂക്ക് സമ്മേളനം ഒളരിക്കരയിൽ നടന്നു. ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം സംസ്ഥാന പ്രസിഡന്റ് N. അജിത് കർത്ത ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് ശിലേഷ് C. ശിവറാം അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് വെള്ളാട്ട് രഘുനാഥ, PV
VS സംസ്ഥാന സെക്രട്ടറി PS രഘുനാഥ്, ജില്ലാ വൈസ് പ്രസിഡന്റ് KP മനോജ് കുമാർ, ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉപജീവന മാർഗത്തിൽ നിന്നുള്ള വരുമാനം സഹപ്രവർത്തകന്റെ വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്കായി പങ്കുവച്ച ഓട്ടോ ഡ്രൈവർ. തൃത്തല്ലൂർ സെൻട്രൽ ഓട്ടോ ഡ്രൈവറായ ജാബിറാണ് തന്റെ സുഹൃത്തായ D രാജേഷിന്റെ വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്കായി ദിവസവരുമാനത്തിൽ നിന്ന് നിശ്ചിത വിഹിതം മാറ്റിവെക്കുന്നത്. പണം സ്വരൂപിക്കാൻ തന്റെ ഓട്ടോയിൽ ബോക്സ് സ്ഥാപിച്ച് ഓരോ ദിവസത്തെയും വരുമാനത്തിലെ ഒരു വിഹിതത്തിനൊപ്പം സുമനസ്സുകളായ യാത്രക്കാരിൽ നിന്നുള്ള സഹായവും ചേർത്താണ് രാജേഷിന്റെ ചികിത്സാ സഹായ ഫണ്ടിലേക്ക് തുക കണ്ടെത്തുന്നത്. ഇതുവരെ ലഭിച്ച തുക ജാബിർ രാജേഷിന് നൽകി. പാടു അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ 7 ദിവസം നീണ്ടു നിൽക്കുന്ന വിനോദ വിജ്ഞാന ശില്പശാലയ്ക്ക് തുടക്കമായി. ചലച്ചിത്ര താരം വിനീത വിശ്വം ശില്പശാല ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് RH ഹാരിസ് അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്ട്രസ് ES ബീന, സ്റ്റാഫ് സെക്രട്ടറി PM മുഹസിൻ, പ്രിൻസിപ്പൽ ഇൻചാർജ് ജിനി ജോർജ്, ക്യാമ്പ് കൺവീനർ KK ചിത്ര എന്നിവർ സംസാരിച്ചു. ക്യാമ്പ് 8-ന് സമാപിക്കും. പുത്തൻപിടിക ഗവൺമെന്റ് LP സ്കൂൾ കവാടത്തിന് ഇരുവശങ്ങളിലുമായി കൂട്ടിയിട്ട മരത്തടികളും മരച്ചില്ലകളും യാത്രക്കാർക്ക് ദുരിതമാകുന്നു. MLAയുടെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് പഴയ കെട്ടിടത്തോടൊപ്പം മതിലും പൊളിച്ചു മാറ്റിയിരുന്നു. മരത്തടികളും മറ്റും റോഡരികൾ കൂട്ടിയിട്ടിട്ട് 1 മാസം പിന്നിട്ടുമെങ്കിലും ഇവ നീക്കം ചെയ്യുന്നതിന് അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. പുത്തൻപിടിക മുറ്റിച്ചൂർ റോഡരികിലെ ഓട്ടോ ടാക്സി സ്റ്റാൻഡിനടുത്ത് കൂട്ടിയിട്ടിരിക്കുന്നതിനാൽ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയാണ്. റോഡിനോട് ചേർന്ന് കിടക്കുന്നതിനാൽ കാൽനട ഇരുചക്ര വാഹന യാത്രികർക്കും എതിരെ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാനും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അപകട സാധ്യതയേറിയതിനാൽ വീതി കുറഞ്ഞ റോഡിലെ മരത്തടികളും മരക്കൊമ്പുകളും എത്രയും വേഗം നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. SDPI ചേലക്കര നിയോജക മണ്ഡലം നേതൃസംഗമം SDPI ജില്ലാ സെക്രട്ടറി KV നാസർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KB അബു താഹിർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആസിഫ് അബ്ദുള്ള, മണ്ഡലം സെക്രട്ടറി VA അബ്ദുൽ ഖാദർ, അബ്ദുൾ റഹ്മാൻ എന്നിവർ പങ്കെടുത്തു. 7ാമത് വേലു ഗ്രാമക നാടകോത്സവം ഏപ്രിൽ 5 മുതൽ 9 വരെ വേലു ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും. നാടകോത്സവത്തിന്റെ ഉദ്ഘാടനം കേരള സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി നിർവഹിക്കും. ഗ്രാമക പുരസ്കാരം നാടക പ്രവർത്തകൻ നരിപ്പറ്റ രാജുവിന് സമ്മാനിക്കും. നാടകോത്സവത്തിന്റെ ഭാഗമായി ഏപ്രിൽ 5 മുതൽ 9 വരെ കുട്ടികൾക്കുള്ള അഭിനയ പരിശീലനവും സാംസ്കാരിക സദസ്സും നടക്കും. അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ ASI തലകറങ്ങി വീണതിനിടയായ SIയുടെ മോശമായ പെരുമാറ്റ ദൃശ്യങ്ങൾ പുറത്ത്. ASI അസീസിനെ പുതിയതായി ചുമതലയേറ്റ SI മാനസികമായി പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. സംഭവത്തിൽ SP ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം. GDE ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അസീസിനെ തീപിടുത്തമുണ്ടായ സ്ഥലത്തേക്ക് CI പറഞ്ഞയച്ചതാണ് SI പ്രവീണിനെ പ്രകോപിപ്പിച്ചതെന്ന് പറയുന്നു. തിരിച്ച് സ്റ്റേഷനിൽ കയറി ചെല്ലുമ്പോൾ SI പ്രവീൺ ASI അസീസിനോട് മോശമായി പെരുമാറുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. തുടർന്ന് പരാതി കേൾക്കാനിരുന്ന അസീസ് മാനസിക സംഘർഷത്തെ തുടർന്ന് തലകറങ്ങി വീഴുകയായിരുന്നു. ഇദ്ദേഹത്തെ സഹപ്രവർത്തകർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയാണ് ഉണ്ടായത്. സൂപ്പർ പോലീസ് ആവണ്ട, അസീസോടെ പണിയെടുപ്പിച്ച പണിയെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞ തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു ആളുണ്ട്, അതിനോട് ഔട്ട് പോസ്റ്റ് ഉണ്ട്. പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ പണികൾ ചെയ്തില്ല. CI സാറ് പറഞ്ഞത് തീ പിടിച്ച സ്ഥലത്തേക്ക് പോയത് സാർ. ഓക്കെ ഓക്കെ. വധശ്രമ കേസിലെ ഒളിവിലായിരുന്ന പിടികിട്ടാപ്പുള്ളിയെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. മുരിയാട് താമസിക്കുന്ന കണ്ണൂർ സ്വദേശിയായ ഈറ്റത്തോട് ബിബിൻ സണിയാണ് അറസ്റ്റിലായത്. കർണാടകയിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. CA മുഹമ്മദ് ബഷീർ, CPOമാരായ അനീഷ്, സവീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മുരിയാട് എംബറർ ഇമ്മാനുവൽ കേന്ദ്രത്തിൽ നിന്ന പ്രശ്നങ്ങൾക്കിടയിലാണ് ജ്ഞാനപ്രകാശ് എന്നയാൾക്കെതിരെ വധശ്രമം നടന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ നിർണായക നീക്കവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ബാങ്കിൽ ED കണ്ടെത്തിയ 5 രഹസ്യ അക്കൌണ്ടുകളിലെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി. ED ഇറക്കി ഭയപ്പെടുത്താൻ നോക്കേണ്ടെന്ന് CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ.
വാളയാറിലും പന്ന്യങ്കരയിലും ടോൾ പ്ലാസകളിൽ തൽക്കാലം ടോൾ നിരക്ക് ഉയർത്തില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് നിരക്ക് വർധന തൽക്കാലം പിൻവലിച്ചതെന്ന സൂചന. പെരിഞ്ഞനം സമിതി ബീച്ചിലുണ്ടായ കടലേറ്റത്തിന്റെ രൂക്ഷത കുറഞ്ഞു. ആശങ്ക വിട്ടൊഴിയാതെ തീരും. റെക്കോർഡുകൾ ഭേദിച്ച സ്വർണ്ണവില 1 ഗ്രാം സ്വർണ്ണത്തിന് 6,360 രൂപ വർദ്ധിച്ച് പവന് 50,880 രൂപയായി. വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന് സമീപം മിനി വാനും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. ചിയാരം സ്വദേശി റോയിയാണ് മരിച്ചത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.